ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഹിമാലയം പോകണം എന്നുള്ളത്. ബുള്ളറ്റിൽ പോകണം എന്നായിരുന്നു ആഗ്രഹം. ഇപ്പോൾ തോന്നുന്നു ബുള്ളറ്റിലൊന്നും പോക്ക് നടക്കില്ല എന്ന്. കാരണം ഭയങ്കര കാറ്റും ഭയങ്കര തണുപ്പുമാണ്. അപ്പോൾ ഞാനൊരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് പോയത്. ഗ്രാഫ് എന്ന് പറഞ്ഞൊരു സംഘടനയുടെ കൂടെയാണ് പോയത്. അടിപൊളിയായിരുന്നു യാത്രയൊക്കെ. 26-ന് പോയിട്ട് 7-ാം തീയതി രാവിലെയാണ്, ജനുവരി 7 രാവിലെ തിരിച്ചെത്തിയത്. 2 ദിവസം ട്രെയിനിൽ ഡൽഹിയിൽ നിന്ന് പിന്നെ ഡെറാഡൂൺ ടു സാംഗ്രിയിൽ നമ്മൾ ഹോട്ടലിൽ ആദ്യം ഹരിദ്വാർ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ സാംഗ്രിയിലേക്ക് പോയത്. ഒരു ബസ്സിന് പോയത്. രാവിലെ 5 മണിക്ക് പോയി രാത്രി 8 മണി കഴിഞ്ഞു അവിടെ എത്തിയപ്പോൾ. റോഡ് ബ്ലോക്കും നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ താഴെ കൊക്ക പോലെയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് അങ്ങനത്തെ സ്ഥലത്ത് കൂടെയൊക്കെയാണ് പോയത്. അന്ന് രാത്രി സാംഗ്രിയിൽ റൂം എടുത്ത് തങ്ങി. സാംഗ്രി തൊട്ട് നല്ല തണുപ്പായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ കേദാർഗന്ധ സമ്മിറ്റിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് കയറാൻ തുടങ്ങി. അവിടുന്ന് കേദാർഗന്ധ ട്രെക്കിംഗ് ആയിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. സാംഗ്രിയിൽ നിന്ന് നടന്ന് നമ്മൾ ബാഗ് വേണമെങ്കിൽ നമുക്ക് മ്യൂളിൻ്റെ അടുത്ത് കൊടുത്തയക്കാം, വെയിറ്റ് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ. ഞങ്ങളൊക്കെ എടുക്കുക ചെയ്ത. കുറേ പേരൊക്കെ എടുത്തു, കുറച്ച് പേരൊക്കെ കൊടുത്തയച്ചു. അപ്പം അത് വെയിറ്റും എടുത്തിട്ടാണ് നമ്മൾ കയറുന്നത് കേട്ടോ. ജൂതക്ക തലാബിലേക്കാണ് ഫസ്റ്റ് പോവുക. ക്യാമ്പാണ് അവിടെ, ടെൻറ്റൊക്കെ കെട്ടിയിട്ട് അവിടെയാണ്. അന്ന് ഞങ്ങൾ 3 മണിയൊക്കെ ആകുമ്പോൾ ചെന്നു. ഉച്ചയ്ക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് അവിടെയൊക്കെ കറങ്ങി അങ്ങനെ നിന്നു. പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് ഞങ്ങൾ ബേസ് ക്യാമ്പിലേക്ക് യാത്ര ചെയ്തു. അതും നടന്ന് കയറണം, ട്രെക്കിംഗ് ആണല്ലോ. അങ്ങനെ അവിടെ എത്തി. അവിടെ അന്ന് രാത്രി നിന്നു. അന്ന് രാത്രി ഒരു 12 മണിക്ക് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ന്യൂ ഇയർ ആയിരുന്നു. കേക്ക് കട്ട് ചെയ്ത് അന്ന് രാവിലെ 2 മണിക്കാണ് ഞങ്ങൾ സമ്മിറ്റിലേക്ക് കയറി തുടങ്ങിയത്. ഒരു 2 മണിക്ക് കയറി തുടങ്ങി. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും മേലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റ്, പൊടിക്കാറ്റായിരുന്നു എന്ന് പറയാം, നല്ലോണം. അപ്പോൾ ശ്വാസത്തിനൊക്കെ ബുദ്ധിമുട്ട് വരും നമുക്ക് മേലേക്ക് കയറും തോറും. അപ്പോൾ അതിന് കുറച്ച് പേർക്ക് കയറാൻ പറ്റുള്ളൂ മേലേക്ക്. ബാക്കിയുള്ളവർ കുറച്ച് എത്തിയിട്ട് നിന്നു, കയറാൻ ബുദ്ധിമുട്ടുള്ളവർ. അങ്ങനെ എന്തായാലും സബ്മിറ്റ് ചെയ്തു, കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും പക്ഷെ മേലെ നോക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. നല്ല രസം. നമ്മൾ ഇനിയൊരു പ്രാവശ്യം അങ്ങനെ ട്രക്കിംഗ് ഒന്നും പോക്കുണ്ടാവില്ല. അതുകൊണ്ട് നല്ലോണം ആസ്വദിച്ച് കയറുമ്പോൾ ഒന്നും ആസ്വാദനമൊന്നും ഉണ്ടായില്ല. ക്ഷീണം വയ്യായൊക്കെ കൊണ്ടാണ് കയറിയത്. കയറുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് തിരിച്ചിറങ്ങാൻ. നമുക്ക് കാറ്റും ഉണ്ട്, നല്ല കാറ്റ്. ആ ഒരു 2 മലയുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്, കുഴപ്പമില്ല പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്, എന്നാലും അതിൻ്റെ അത്ര ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഞങ്ങൾ താഴെ എത്തിയപ്പോൾ വൈകുന്നേരം തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ഇരുന്നാണ് വന്നത്. കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ധാബ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് 4 കഴിഞ്ഞു തിരിച്ചെത്തിയപ്പോൾ. അന്ന് അവിടെ ബേസ് ക്യാമ്പിൽ അന്ന് രാത്രി ഭയങ്കര തണുപ്പ്. -14 -15 എന്തോ ആയിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു. അയ്യോ, ടെൻറ്റിനകത്ത് കിടക്കാൻ പറ്റില്ലായിരുന്നു. രാത്രി സ്നോഫോൾ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. 3 മണിയാകുമ്പോൾ എണീച്ചു. എന്നിട്ട് ഫോട്ടോ എടുക്കലും മഞ്ഞിൽ കളിക്കലും ഒക്കെ ആയിട്ട് നല്ല രസമായി. 6 മണിക്ക് പിന്നെ നേരം വെളുക്കും തോറും ആൾക്കാർ നടന്നിട്ട് മഞ്ഞൊക്കെ പോയി തുടങ്ങും. അങ്ങനെ അന്നത്തെ ദിവസമാണ് മഞ്ഞ് വന്നത്. അങ്ങനെ മഞ്ഞിലൊക്കെ കളിച്ച് രാവിലെ ഒരു 9 മണിക്ക് ഞങ്ങൾ താഴെ ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ പിന്നെ നേരെ ബേസ് ക്യാമ്പിൽ നിന്ന് നേരെ ജൂതക്ക തലാബ്, അതിന്ന് നേരെ സാംഗ്രിക്ക് എത്തി. അന്ന് തന്നെ വൈകുന്നേരം 5 മണിക്ക് എത്തി. അന്ന് രാത്രി അവിടെ കൂടി. പിറ്റേ ദിവസം രാവിലെ ഇതേപോലെ 6 മണിക്ക് കയറിയിട്ട് രാത്രി 8 മണിക്കാണ് ഹരിദ്വാർ എത്തിയത്. ഹരിദ്വാർ നിന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ട്രെയിനിൽ ഋഷികേശ് പോയി റാഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് അടിച്ച് പൊളിച്ച് തിരിച്ച് ഹരിദ്വാർ തന്നെ വന്നു. ഹരിദ്വാറിൽ നിന്നായിരുന്നു ഞങ്ങൾക്ക് ട്രെയിന്. 4-ാം തീയതി ആയിരുന്നു ട്രെയിന്. 7-ാം തീയതി കാലത്ത് ഇവിടെ എത്തി. വീട്ടിലെത്തി. പാലക്കാടാണ് വീടെത്തി. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി ഹരിദ്വാർ ആണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം. അപ്പോൾ അവിടെ ഗംഗാരതി കണ്ടു, അമ്പലങ്ങളിലൊക്കെ തൊഴുതു. നല്ല രസം, വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. അതുപോലെ തന്നെയാണ് രാത്രിയൊക്കെ ഞങ്ങൾ കറങ്ങിയിരുന്നു. തിരിച്ച് വന്നപ്പോഴും അതേ ഋഷികേശ് ഒന്ന് കറങ്ങിയിട്ടാണ് ഞങ്ങൾ ട്രെയിനിൽ തന്നെ തിരിച്ച് ഹരിദ്വാർ വന്നു. ഋഷികേശ് കുറച്ച് സ്ഥലത്തേക്ക് മുഴുവനൊന്നും കാണാൻ പറ്റിയില്ല. ഒരു ദിവസമേ ഉണ്ടായുള്ളൂ. റാഫ്റ്റിംഗ് കഴിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ അവിടെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഹരിദ്വാർ വന്ന്
ഹരിദ്വാർ ബാക്കി പർച്ചേസ് കഴിഞ്ഞ് അങ്ങനെ നല്ല നല്ല രസം, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു ഈ യാത്ര. 10 ദിവസം ഒരു പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു. ഒരു സംഘടനയുടെ കൂടെ ആകുമ്പോൾ നമുക്കറിയില്ല, പല സ്ഥലത്തുനിന്ന് തിരുവനന്തപുരം, കണ്ണൂർ, തൃശ്ശൂർ, അങ്ങനെ മലപ്പുറം പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരായിരുന്നു. കയറുമ്പോൾ നമ്മളെങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ, പക്ഷെ എല്ലാവരും നല്ല സഹകരണത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ പോയത്. എല്ലാവരും നല്ല കമ്പനിയായിരുന്നു. തിരിച്ചു വരുമ്പോഴേക്കും കുറേ നല്ല സൗഹൃദങ്ങളൊക്കെ ഉണ്ടാക്കി അടിപൊളി യാത്രയായിരുന്നു. എന്തായാലും ന്യൂ ഇയർ ഈ വർഷം ഞങ്ങൾ ഹിമാലയയുടെ മുകളിലാണ് ആഘോഷിച്ചത്. അപ്പോൾ ഈ വർഷം നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. കുറച്ച് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. വന്നപ്പോഴേക്കും ജലദോഷം, പനി, പിന്നെ ചിലർക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. നമ്മൾ കർപ്പൂരമൊക്കെ കയ്യിൽ വെച്ചിരുന്നു. അതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു ആശ്വാസം കിട്ടും. അങ്ങനെ എന്തായാലും നല്ലൊരു ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചൊക്കെ എത്തി. വീട്ടിലെല്ലാവരും സേഫായിട്ട് തിരിച്ചെത്തി. എല്ലാവർക്കും നല്ലൊരു പുതുവർഷമായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആവട്ടെ എന്നും ആശംസിക്കുന്നു. നല്ലൊരു യാത്രയായിരുന്നു.